എല്ലാവർക്കും സിമ്പിൾ ടെക്നിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സ്കൂട്ടർ ഹോണ്ട ഡിയോയുടെ ഓയിൽ ഫിൽറ്റർ എങ്ങനെയാണ് മാറുന്നതെന്നാണ് കാണിക്കുന്നത്. നമ്മൾ ഓയിൽ മാറുവാണ്, ആ കൂടെ ഓയിൽ ഫിൽറ്ററും കൂടെ ഒന്ന് മാറുമല്ല, അതൊന്ന് ക്ലീൻ ചെയ്തിടുവാണ്. അത് ക്ലീൻ ചെയ്തിട്ടാണ്, അതൊരു മെഷ്, അതായത് ഒരു വല പോലത്തെ ഫിൽറ്ററാണ്, നമുക്ക് ക്ലീൻ ചെയ്തിടാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓയിൽ മാറുന്നതിനോടൊപ്പമാണ് ഇതും ഓയിൽ ഫിൽറ്ററും മാറുന്നത്. അപ്പോൾ ഓയിൽ ആദ്യം അഴിച്ച് എടുക്കണം, ഊറ്റി കളയണം. ഓയിൽ മാറുന്നതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഓയിൽ പൂർണ്ണമായിട്ടും നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടത് സൈഡിലായിട്ടാണ് ഓയിൽ ഫിൽറ്റർ. അപ്പോൾ അവിടെ കാണുന്ന ആ ഒരു ബോൾട്ട് നമുക്ക് കാണാം. ഈ കാണുന്ന ബോൾട്ടാണ് ഓയിൽ ഫിൽറ്ററിൻ്റെ. അപ്പം ഈ ഓയിലിൻ്റെ തന്നെ സെയിം സ്പാനറാണ് ഇതഴിക്കാനും നമുക്ക് ഉപയോഗിക്കുന്നത്. 17-ൻ്റെ ബോക്സ് ടൈപ്പ് സ്പാനർ. അപ്പോൾ അത് അഴിച്ചെടുക്കുമ്പോൾ തന്നെ ഓയിൽ ഫിൽറ്റർ നമുക്ക് കാണാം. സൂക്ഷിച്ചഴിക്കണം, ഒരു സ്പ്രിങ് ഉണ്ട് അവിടെ, അത് പതുക്കെ അഴിച്ചെടുത്തിട്ട് ഓയിൽ ഫിൽറ്റർ നമുക്ക് അഴിച്ചെടുക്കാം. ഓയിൽ ആദ്യം അഴിക്കാതെ ഇത് അഴിച്ചു കഴിഞ്ഞാൽ ഓയിൽ ഇതിലെ പുറത്തേക്ക് പോരും. അപ്പോൾ അതിൻ്റെ പുറത്ത് എന്തോ ഒക്കെയോ ഇരിപ്പുണ്ട്. ഞാൻ റെഗുലറായിട്ട് ഓയിൽ മാറുന്നത് കൊണ്ട് അധികം അഴുക്കൊന്നുമില്ല, ഇല്ലെങ്കിൽ അത് അടഞ്ഞു പോകാനുള്ള സാധ്യത വരെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്തിരിക്കുന്ന പൊടിയും അതുപോലെ എന്തോ റബ്ബറിൻ്റെ കഷ്ണങ്ങളൊക്കെയാണ്, അതൊക്കെ നമുക്ക് എടുത്ത് കളയാം. അതുപോലെ അതിന് ശേഷം ഇതൊന്ന് ആ ഓയിൽ തന്നെ ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. പെട്രോൾ ഒഴിച്ച് കഴുകാം. അന്നേരം പെട്രോൾ പൂർണ്ണമായിട്ട് ഉണങ്ങിയതിന് ശേഷമേ അത് റീപ്ലേസ് ചെയ്യാവുള്ളൂ. കുറച്ച് എന്തൊക്കെയോ കിടപ്പുണ്ട്, അതെല്ലാം നമുക്ക് എടുത്ത് കളയാം. അതിനുശേഷം നമ്മൾ ഓയിലിനകത്തൊന്ന് കഴുകിയെടുക്കുകയാണ്. അധികം ഇത് അഴുക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് ഓയിൽ കഴുകിയാൽ മതി. അപ്പോൾ അതിനകത്ത് എടുത്ത് കളയാനായിട്ട് ഞാനൊരു പുല്ലിൻ്റെ കഷ്ണം എടുത്തേക്കുവാണ്. വല്ലഭന് പുല്ലും ആയുധം എന്ന് പറഞ്ഞ പോലെ. അത് ഇങ്ങനെ എടുക്കുമ്പോൾ പുല്ലൊടിഞ്ഞ് അതിനകത്ത് വീഴാതെ ശ്രദ്ധിക്കണം. പുല്ല് അതിനകത്ത് വല്ലതും വീണാൽ അതെടുക്കാൻ നമ്മൾ വേറെന്തെങ്കിലും സംഘടിപ്പിക്കേണ്ടി വരും. അത് കഴിഞ്ഞ് നമുക്കത് തിരിച്ച് അങ്ങോട്ട് റീപ്ലേസ് ചെയ്യാം. പൊടിയൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഓയിൽ ഫിൽറ്റർ അതിരുന്ന സ്ഥാനത്ത് വയ്ക്കണം. അതിനുശേഷം അതിൻ്റെ ക്യാപ്പ് വെച്ച് നമുക്ക് അടയ്ക്കാം. അപ്പോൾ അതിലൊരു റിങ് ഉണ്ട്, ഒരു റബ്ബറിൻ്റെ ഓറിങ് അതുണ്ട്, അതും ആ കറക്റ്റ് സ്ഥാനത്ത് ഇരിപ്പുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അതിനുശേഷം പതുക്കെ ആദ്യം കൈ കൊണ്ട് മുറുക്കിയിട്ട് ലാസ്റ്റ് റൗണ്ട് നമ്മൾ സ്പാനർ കൊണ്ട് ടൈറ്റ് ചെയ്താൽ മതി. ഇതിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓയിൽ ഒഴിക്കാം. പുതിയ ഓയിൽ ഞാൻ മേടിച്ചിട്ടുണ്ട്, അത് നമുക്ക് ഒഴിക്കാം. അപ്പം പുറത്ത് പറ്റിയിരിക്കുന്ന ഓയിലൊക്കെ നമ്മൾ തുടച്ച് വൃത്തിയാക്കണം. അതുപോലെ ഓയിൽ നട്ട് ഇപ്പുറത്തെ സൈഡിൽ, അതായത് വലത്തെ സൈഡിൽ ഓയിൽ നട്ട് ഇട്ട് മുറുക്കണം. ഇപ്പോഴാണ് ഒരു കാര്യം മറന്നത്, ഓയിൽ ഒഴിക്കാനുള്ള ഫണൽ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അതും വല്ലഭന് പുല്ലും ആയുധം എന്ന് പറഞ്ഞ പോലെ ഒരു പ്ലാസ്റ്റിക് ഒരു പേപ്പർ ഗ്ലാസ് കീറി ഒരു ചെറിയ ഫണലുണ്ടാക്കി എടുത്തു. അത് ചെയ്യുമ്പോൾ പൊടിയൊന്നും ഇല്ലാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ പേപ്പറിൻ്റെ കഷ്ണമൊന്നും എഞ്ചിനകത്തേക്ക് വീഴാൻ പാടില്ല. ഏതായാലും അത് വെച്ച് നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഓയിൽ ഒഴിക്കാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഓയിൽ നമ്മൾ മുഴുവനും ഒഴിച്ചു, ഓയിൽ ക്യാപ്പ് ഇട്ട് അടയ്ക്കുവാണ്. എന്നിട്ട് പറ്റി പിടിച്ചിരിക്കുന്ന ഓയിലെല്ലാം തുടച്ച് വൃത്തിയാക്കണം. അല്ല, മിച്ചം വന്ന ഓയിൽ ഒരു കാരണവശാലും മണ്ണിലൊഴിച്ച് കളയരുത്, അവിടെ പിന്നെ പുല്ല് പോലും മുളയ്ക്കില്ല. അത് നമുക്ക് തടിയൊക്കെ ചെതൽ കയറാതെ ഇരിക്കാനായിട്ട് നമുക്ക് പെയിൻറ്റ് പോലെ അടിക്കാം. ഓയിൽ മാറി അതുപോലെ ഫിൽറ്റർ ക്ലീൻ ചെയ്തിട്ടു. അപ്പോൾ എല്ലാ തവണ ഓയിൽ മാറുമ്പോൾ ഇതുപോലെ ക്ലീൻ ചെയ്തിടണം. അതുപോലെ ചെറിയ ചെറിയ ഓരോ മെറ്റീരിയൽസ് ഒക്കെ അതിനകത്ത് ഇങ്ങനെ അടിഞ്ഞു കൂടി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്തിട്ടാലാണ് ഓയിൽ നന്നായിട്ട് ഫിൽറ്റർ ചെയ്ത് ഇതിനകത്തൂടെ സർക്കുലേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ വീഡിയോ ലഭിക്കാനായിട്ട് സിമ്പിൾ ടെക്നിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.